ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങ് ഏറ്റവും പുതിയ 2 വാർത്തകൾ കണ്ടു കാണും എന്ന് ധരിക്കുന്നു. ഒന്ന്, അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിൽ ധാരണയായി എന്ന് വെച്ചാൽ നാളെ രാവിലെ മുതൽ സമാധാനം അല്ലെങ്കിൽ ഈ ട്രൂപ്പിൻ്റെ പിന്മാറ്റം ഉണ്ടാകുമെന്നല്ല, എങ്കിൽ പോലും പ്രവർത്തനപരമായ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക്കൽ ഇഷ്യൂസാണ് ഇനി ഉള്ളതെന്നുള്ളത്. 2, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ ഒരുമിച്ച് നേരിടാം എന്ന ധാരണയായി എന്നും ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നു. ഇതിനെ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു ഫാക്ടിൻ്റെ ഈ ഓൾ വെദർ ഫ്രണ്ട്സ് എന്നുള്ളതിൻ്റെ ഡോക്ടർ ജയപ്രസാദ് സാറും ഇത് പറയുന്നു. ചൈന പാകിസ്ഥാൻ ബന്ധം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നതായിരുന്നില്ല, പക്ഷേ എങ്കിൽ പോലും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തള്ളി പറയുന്നതിൽ തന്നെ ഒരു വലിയ മാറ്റം കാണാമോ? ഇവിടെ ശ്രീ പ്രദീപ്, ഓൾ വെദർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അത്ര അഭികാമ്യമായ ഒരു ആശയമല്ല. എപ്പോഴും ദേശീയ താല്പര്യങ്ങൾ തന്നെയാണ്. പെർമനൻറ്റ് ഇൻട്രസ്റ്റ് ആർ ദി ഓൺലി കൺസിഡറേഷൻ. അതായത് പെർമനൻറ്റ് ഫ്രണ്ട്ഷിപ്പ്, ഓൾ വെദർ ഫ്രണ്ട്ഷിപ്പ് എന്നൊന്ന് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അത്ര ഗുണകരമായ ഒരു നിലപാടല്ല. പക്ഷേ അത് ചൈന ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാകാം. പാകിസ്ഥാനിൽ ചെലവഴിച്ച്, ഇപ്പോൾ ശ്രീ KVS ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ ചെലവഴിച്ച ഭീമമായ ഒരു തുക അത് ചൈനയ്ക്ക് മുതലാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന ന്യായമായ സംശയമുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ എത്രത്തോളം സിവിലൈസേഷനലി പാകിസ്ഥാൻ എത്രത്തോളം ട്രസ്റ്റ് വർത്തി അലയാണ് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാനിലാണ് അബദ്ധബാധ ഓർക്കണം. അമേരിക്ക ഏറ്റവും അധികം തേടിക്കൊണ്ടിരുന്ന 9/11 ടെററിസ്റ്റ് ഒസാമ ബിൻ ലാഡന് അഭയം കൊടുത്തത് പാകിസ്ഥാനാണ് എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു സൂചനയാണെങ്കിൽ പാകിസ്ഥാൻ ക്യാൻ നെവർ ബി ആൻ ഓൾ വെദർ ഫ്രണ്ട് ഫോർ ഐദർ അമേരിക്ക ഓർ ചൈന. ഇത് ഈ 2 രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിൻ്റെ അസിം മുനീറിനെ 2 പ്രാവശ്യം വിളിച്ച് ബിരുദ സൽക്കാരം കൊടുത്ത് അസിം മുനീറിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് സമാധാന നോബൽ സമ്മാനത്തിനൊക്കെ എഴുതി വാങ്ങിച്ചതിൻ്റെ പിന്നിൽ പാകിസ്ഥാനോടുള്ളൊരു സ്നേഹമല്ല, മറിച്ച് ഇന്ത്യയെ ചെക്ക്മേറ്റ് ചെയ്യാൻ പാകിസ്ഥാനെ ഉപയോഗിക്കാം എന്ന ഒരു കുറുക്ക് വഴി തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാൻ ഇവിടെ അൺട്രസ്റ്റ് വർത്തി ഒരു അലൈ ആണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഈ മുൻകാലങ്ങളിൽ ഇന്ത്യ വിരോധം ഉണ്ടായിരുന്നത് കൊണ്ട് എക്കാലത്തും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പാകിസ്ഥാൻ വിധിക്കപ്പെട്ടിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ ശ്രീ പ്രദീപ് പിള്ള സൂചിപ്പിച്ച 2 തീരുമാനങ്ങൾ ഇന്നത്തെ ഏറ്റവും നിർണായക ടേക്ക് അവേ എന്ന് ഞാൻ കരുതുന്നത് 2 തീരുമാനങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിർത്തി കടന്നുള്ള ഭീകരവാദം എതിർക്കാൻ ഭാരതത്തോടൊപ്പം കൈകോർക്കാൻ ചൈന തയ്യാറാണ്. ഇത് ഒരിക്കൽ പോലും കഴിഞ്ഞ 24 മണിക്കൂറിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം ഇതേ വിഷയം ഇതേ പ്ലാറ്റ്ഫോമിൽ എഡിറ്റേഴ്സ് ചോയ്സിൽ ചർച്ച ചെയ്തപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നൊരു കാര്യമല്ല ചൈനയുടെ ഒരു സഹായം ഗ്ലോബൽ ടെററിസത്തെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ മണ്ണിൽ നിന്നുൾപ്പെടെ കടന്നുവരുന്ന തീവ്രവാദത്തെ ഒരുമിച്ച് നിന്ന് ചെറുക്കാൻ ചൈന ഭാരതത്തിന് കൈകൊടുക്കുമെന്ന് ചിന്തിക്കാനാവുമായിരുന്നില്ല. ഇന്നത് അതിൻ്റെ സൂചനകൾ, വ്യക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. 2, അടിസ്ഥാനപരമായി ഇന്ത്യ ചൈന പ്രശ്നത്തിന് ഒരു ബോർഡർ സ്വഭാവമുണ്ട്. അത് ദോക്ലാം സംഘർഷം, അതുപോലെ ഗൽവാൻ സംഘർഷം, അതിന് മുൻപ് നടന്ന പല കടന്നുകയറ്റങ്ങൾ എല്ലാം തന്നെ അതിർത്തിയെ വളരെ ദുർബലമാക്കുന്നു. മക്മഹോൺ ലൈൻ, അതായത് സായിപ്പ് വരച്ച ആ മക്മഹോൺ ലൈനിൻ്റെ ഇരുപുറത്തുമായി ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയും ഇന്ത്യയുടെ സൈന്യങ്ങളും മുഖാമുഖം നിൽക്കുകയാണ്. ട്രൂപ്പ് വിഡ്രോവൽ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. 2024 ഒക്ടോബറിൽ ഈ ഖസാനിൽ വെച്ച് കണ്ടുമുട്ടിയ മോദിയും ഷീ ജിൻപിങ്ങും കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ധാരണയനുസരിച്ച് ഘട്ടം ഘട്ടമായി ഈ സൈനിക യൂണിറ്റുകൾ, അതായത് ബാരക്ടറിലേക്ക് മാറാമെന്നൊരു തീരുമാനമെടുത്തു. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും, ചൈന ഉൾപ്പെടെയുള്ള ഈ 2 രാജ്യങ്ങളും കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഫണ്ടമെൻ്റൽ വിഷയം, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെൻ്റലായ അതിർത്തി വിഷയത്തിന് ഒരു രമ്യമായ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ അയൺ ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ചൈനീസ് ഇനി വരുന്ന 3 സന്ദർശനങ്ങൾ അതീവ നിർണായകമാണ്. നോക്കൂ, ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനം ക്വാഡിൽ പങ്കെടുക്കാനുള്ള, ക്വാഡിൽ ഇന്ത്യയാണ് ആദ്യത്തെ വരലുണ്ടെന്ന് ഓർക്കണം. ഇന്ത്യയിൽ വന്ന് ക്വാഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നു. അദ്ദേഹം വരുന്നില്ല. ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും ക്വാഡ് തന്നെ ഒരുപക്ഷെ അപ്രസക്തമാകുന്നു. ജപ്പാനും ഇന്ത്യക്കും ഇല്ലാത്ത ഒരു കൺസേൺ എന്തിന് അമേരിക്കയ്ക്കും ഓസ്ട്രേലിയക്കും ഉണ്ടാകണം?
അതുകൊണ്ട് ക്വാഡ് സമ്മേളനത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ അർത്ഥശൂന്യത ട്രംപ് മനസ്സിലാക്കി പിൻവലിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സന്ദർശനം, പുടിൻ ഈസ് കമ്മിങ് ടു ഇന്ത്യ. ഓർക്കണം, കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇതേ സമയത്ത് കഴിഞ്ഞ ദിവസം എഡിറ്റേഴ്സ് ചോയ്സ് നടക്കുമ്പോൾ വന്ന ഒരു വാർത്തയുടെ ഒരു പിന്നാമ്പുറത്തേക്ക് പോവുകയാണ്. നരേന്ദ്രമോദി ആൻഡ് വലോദിമിർ സെലൻസ്കി ഹാഡ് ടെലിഫോണിക് കോൺവെർസേഷൻ. എങ്ങനെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഒരു സംസാരമുണ്ടായി. അതിന് മോദി ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് പുടിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സഹായം ഉണ്ടാകും എന്നുറപ്പ് കൊടുത്തിരിക്കുകയാണ്. അതിനർത്ഥം വെൻ പുടിൻ കംസ് ടു ന്യൂഡൽഹി ഇൻ ഡിസംബർ, ഒരുപക്ഷെ ലോകം ഞെട്ടുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ത്യ സഹകരിച്ചാൽ, ഇന്ത്യ മധ്യസ്ഥത വഹിച്ചാൽ, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈനയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചാൽ ഉക്രൈനും റഷ്യയും ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ തയ്യാറാണ്. ട്രംപിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു അടി, മുഖത്തേക്കുന്ന അടിയായിരിക്കും അത്. കാരണം ലോക പോലീസായും ലോക ഡിപ്ലോമാറ്റായും ചമഞ്ഞ് നടക്കുന്ന, ലോക സമാധാനവാഹകനായി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിട്ടുകൊണ്ട് നൊബേൽ പീസ് പ്രൈസ് വാങ്ങാൻ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പരമ്പരാഗതമായി വഹിച്ചിരുന്ന ദ റോൾ ഓഫ് എ ബാലൻസർ, അല്ലെങ്കിൽ റോൾ ഓഫ് എ നെഗോഷിയേറ്റർ, റോൾ ഓഫ് എ മീഡിയേറ്റർ, റോൾ ഓഫ് എ ബ്രിങ്ക്മാൻ, ഇങ്ങനെ ഒരു റോള് ഭാരതം വഹിച്ചാൽ അതിനർത്ഥം എന്താ? ഇന്ത്യ ഹാസ് അറൈവ്ഡ് അറ്റ് ദി ഗ്ലോബൽ സീൻ വിത്ത് എ ബാങ് എന്ന് തന്നെയാണ് അർത്ഥം. ആ ഒരു പദവിയിലേക്ക് അത് വരുമോ എന്ന് അറിയാൻ പറ്റില്ല. ഒരുപക്ഷെ പുടിൻ, തന്ത്രശാലിയായ പുടിൻ ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടായികയില്ല. ഇന്ത്യ പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അത് റഷ്യയിലേക്കുള്ള സന്ദർശന വേളയിൽ മോദിയും പുടിനും തമ്മിലുള്ള കഴിഞ്ഞ വർഷം സന്ദർശന സമയത്ത് ഇത് പുടിൻ ഉറക്കെ പറഞ്ഞതാണ്, ബ്രിക്സ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന്. സമാനമായ ഒരു ചിന്ത സെലൻസ്കിയും പറഞ്ഞു, ഞാൻ ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓൾ ഐസ് ആർ കൺവേർജിങ് ഇൻ ന്യൂ ഡൽഹി ഇൻ ഇന്ത്യ. ഇത് ഒരു പക്ഷേ ന്യൂ ഇന്ത്യ, നവഭാരത്, ന്യൂ ഡൽഹി. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.